ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ മാസ്റ്റർ MF ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു CPM ഒരു ലെജൻഡാണ് നമ്മളുടെ ഈ റൂമിലുള്ള. ആരാന്ന് മനസ്സിലായിട്ടുണ്ടോ? എന്നാൽ ഇതാ ഗായ്സ്, M500 ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവാൻ സാധ്യതയുണ്ട്. ഇത് ശ്രീ ബ്രോയാണ്, ശ്രീവൈറ്റി. അപ്പം ശ്രീ ബ്രോയെ അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പം ശ്രീബ്രോ ലൈവിലൊരു റൂം ഇട്ടായിരുന്നു. അപ്പം അതിനകത്ത് നമ്മൾ അങ്ങോട്ട് കയറി. ശ്രീബ്രോ കാണുന്നില്ലേ? അപ്പോൾ ശ്രീബ്രോയും M5 ഇപ്പോഴാണ് ശ്രദ്ധിച്ച് 4-5 പേര് M5 കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഉള്ള കാർ ഒരു SUV ആണ്. പിന്നെ നമുക്കൊരു M5 കൊണ്ട് ഫോട്ടോ എടുക്കാമോ എന്ന് ചോദിക്കാം. എങ്ങനെ പിന്നോ അപ്പോൾ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാമായിരിക്കും ശ്രീ ബ്രോ എന്ന് എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുണ്ട്. ഓക്കെ, ടീംസ് ഉണ്ട് ആദ്യം. ഓക്കെ, ഫ്രണ്ട് റിക്വസ്റ്റ് കൊടുക്കാം. എൻ്റെ വണ്ടി ഇവിടെ സൈഡിലാണല്ലോ, കുഴപ്പമില്ല, നമുക്കവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഫ്രണ്ട് ലിസ്റ്റിൽ ആടാക്കിയിട്ടുണ്ട്. എടാ സീക്ക് നോക്കി, അത് നമ്മളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അബീബ്രോയുടെ റിവ്യൂ ചെയ്താണ്. അല്ല എനിക്ക് ആ ക്രീം കളറ് കണ്ടപ്പോഴേ അബീബ്രോ റിവ്യൂലാക്കിയാന്ന് തോന്നി. അവിടെ മൈറ്റി 40 സീൻ സാധനം. ഓക്കെ, ശ്രീബ്രോയുടെ ധാരാവി വണ്ടിയാണ്, ധാരാവി. ഏകദേശം നമ്മുടെ M5 കളറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. മുമ്പ് നിങ്ങൾക്ക് അറിയുമായിരിക്കും, ഈ ഒരു കളറിലായിരുന്നില്ല. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു എന്താണ്, റോസാമ്പിങ് എന്ന് വേണേൽ പറയാം. റോസാമ്പിങ് കളർ, ആ ഒരു കളറിൽ അടിച്ച് ഞാൻ കുറേ തപ്പിയിട്ട് കളർ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും വെറൈറ്റി കളർ അടിച്ച്. അപ്പോൾ ഞാൻ നേരത്തെ ആക്കിയിരുന്ന കളറും വെറൈറ്റി ആണെന്ന് വിചാരിച്ച്. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ അതേ ഉള്ളൂ. എൻ്റെ ഒരു ഫ്രണ്ട് ബ്രോ ഉണ്ട്, DLZ സൂര്യ ബ്രോയുടെ വണ്ടിയുടെ കളറും ഇത് തന്നെയാണ്. ഞാൻ ആക്കുന്നതിന് മുമ്പ് ബ്രോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതും കൂടി കണ്ടപ്പോൾ ഞാനൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. നമുക്കൊരു വെറൈറ്റി അല്ലേ വേണ്ടേ? കണ്ടോ, മൈറ്റ് കൂടി ചെയ്താണ് കേട്ടോ. എൻ്റെ വണ്ടി കൊണ്ട് കൂടെ ഓക്കെ പാർക്ക് ചെയ്യാനാട്ടോ. നമ്മളെന്തായാലും ഇനി കഥ പറയുന്നില്ല, റൂമിൽ ഓരോരോ സംഭവങ്ങൾ പറയാം. ഫോട്ടോ എടുക്കാൻ ഓക്കെ. ഞാൻ നിങ്ങൾക്കൊരു ചലഞ്ച് തന്നാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ? ഞാൻ കുറേ ചെറിയ ചലഞ്ചസ് വരാറുണ്ട്, പക്ഷെ ആരും കമൻറ്റ് ചെയ്യാറില്ല. ഞാൻ ഇതിനകത്ത് എത്ര പ്രാവശ്യം ചിരിയുടെ ഇമോജി ഇടുന്നുണ്ട് എന്ന് പറയും. ഫ്രണ്ടിൽ കയറ്റിയിട്ടൂലോ വണ്ടി. അതുപോലെ നമ്മളെ M5 ഹെഡ്ലൈറ്റും കൂടി പിടിപ്പിക്കണം. ഹെഡ്ലൈറ്റ് ഇല്ല, അതുകൂടി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആവും. കാറി സ്ലോക്കണം. അതാണ്, വേറെ ആരും ആക്കിയതല്ലടാ, എൻ്റെ കാർ ലോക്കഡാണ് എന്തായാലും. വണ്ടി എടുത്തത് ഒന്ന് ഒതുക്കിയിട്ടാലോ? നമുക്കൊരു ഫോട്ടോ എടുക്കാം. ലോഗ് തറയുടെ അടിയിൽ പോയി. ഒന്നുകൂടി നോക്കാം. നമ്മുടെ വണ്ടി പെർഫെക്റ്റ് അല്ല. ഒന്നുകൂടി ഇത് നിറയിപ്പോയി. നല്ല ലാഗ് കേട്ടോ. ലാഗ് ഉള്ളതുകൊണ്ടിട്ട് എനിക്ക് വീഡിയോ നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. സംഭവം മിക്കവാറും എനിക്ക് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് നല്ലൊരു ക്രേസി ആയിട്ട് തോന്നുന്നുണ്ട്. നല്ലൊരു ഫോണും ഹീറ്റ് ആവുന്നുണ്ട്. TMZ അതിൽ നമ്മളേറ്റവും ഫ്രണ്ടാക്കിയത് നല്ല വണ്ടി കേട്ടാ. ഈ വണ്ടി എനിക്ക് വേണമെന്ന് ഭയങ്കര ഒരാഗ്രഹം. എനിക്ക് എന്തായാലും M5-നേക്കാളൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും M5 അത്ര ഒരു ഇഷ്ടമുണ്ട്. അതിന് വണ്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടാ. എങ്ങനെയും നമുക്ക് എടുക്കണം. നമുക്ക് LC എടുത്തിട്ട് ഈ വണ്ടി എടുത്താലോ? LC ഞാനിപ്പോൾ തൊടുന്നില്ല. ഞാനിപ്പോൾ ഓഫ് റോഡും കാര്യങ്ങളൊന്നും പോകുന്നില്ല. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ പോകുമായിരുന്നു. താറെടുത്തിട്ടും LC എടുത്തിട്ടും കുറേ പോകുമായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ ഒരു പിക്കപ്പ് ട്രക്ക് ഉണ്ടായിരുന്നു.
നിങ്ങൾ ഇന്നാൾ കാർ റിവ്യൂവിങ്ങിന് കണ്ടതല്ല, വേറൊരു പിക്കപ്പ് ട്രിപ്പ് നാക്ക് തെറ്റാണ് ഗൈസ്. പിക്കപ്പ് ട്രക്ക് ഉണ്ടായിരുന്നു. ഇപ്പം നേരി അപ്പോൾ അത് ഞാൻ കൊടുത്ത്. അപ്പോൾ അത് നല്ലൊരു വണ്ടിയായിരുന്നു. പിന്നെ അത് കൊടുത്തതിൽ പിന്നെ ഞാൻ ഓഫ് റോഡിൽ പോകാറില്ല. ഓക്കെ, ന്യൂട്രൽ നോക്കാം. ഹാൻഡ് ബ്രേക്കിൽ കുറച്ചിങ്ങനെ ചെയ്യുന്ന പോലെ ലാഗ് അടിക്കുന്നിട്ടാണോ എന്നറിയില്ല, ചെറുതായിട്ടൊരു ചെരിച്ചിലുള്ള പോലെ. സീൻ സാരം. ഒരു ഫോട്ടോ എടുക്കുക ഇപ്പോഴേ പറ്റിയ സമയം. ഓക്കെ. തലയും കൊണ്ട് അടിക്കാൻ വന്ന്, തലയും കൊണ്ട് അടിക്ക് വന്നല്ലോടാ ദ്രോഹി. ഞാൻ തന്നെ അങ്ങനെ നിരഞ്ഞു പോയ ക്യാരക്ടർ ഒരു ബഗ് കൂടി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആവും. പിന്നെ പുതിയ അപ്ഡേറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഓട്ടോ ബഗ്ഗും കാര്യങ്ങളൊക്കെ ആവും. ഈ റൂമിന് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പം ആദ്യം 4-ാമത്തെ സെക്കൻഡ് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് 4-ാമത്തെ സെക്കൻഡ് ഇത് പോയി, അത് ഓട്ടോ ബാക്ക് അടിച്ച് പോയി. പിന്നെ വീണ്ടും കയറി. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ ഞാനൊന്ന് പുറത്തിറങ്ങിയല്ല, വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയില്ല, നേരെ ഓട്ടോ ബാക്ക്. സംഭവം അറിയില്ല. മൈറ്റി 40 ഇറക്കും. മൈറ്റി 40 ടോർബോസിനെ കാണാൻ നല്ല രസമാണ് തോന്നി കേട്ടോ. ശ്രീബ്രോ വണ്ടി ഒന്ന് നേരെ പറക്കണം. പോയാണോ? ഇനി നോയിക്കോ. പോയി എല്ലാവരുടെ വണ്ടി എടുത്തോണ്ട് പോകും, എല്ലാവരുടെ വണ്ടി എടുത്തോണ്ട് പോകും. വേഗമായിട്ട് ചേട്ടാ ഫ്രണ്ട് റിവേഴ്സ് ഇട്. ഇത് നമ്മളെ CPM-ലും FF-ലും ഒക്കെ ഇത് ഒരു യൂട്യൂബർ ഇപ്പോൾ വേറെ സ്ഥലത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ പുറകെ നമ്മൾ പോകും, ആരും വേണ്ട. നമ്മളിപ്പം സാധാരണ നമ്മൾ പറയുന്ന പോലെ പറയണ്ട. പച്ചക്കളർ വണ്ടി തോപ്പിക്കണം മാസ്റ്ററെ, തോപ്പിക്കുന്നതിനെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പം കാട്ടി പോകുന്നത് പറയാൻ വന്നതേ ഉള്ളു. പോയി നമുക്ക് ഇതുവഴി അങ്ങോട്ട് ഇറക്കാം. അപ്പം പെട്ടെന്ന് അങ്ങോട്ട് പോകും. വണ്ടി ഡാമേജ് ആയാലും കുഴപ്പമില്ല, ചെളിയായാലും കുഴപ്പമില്ല, ഫസ്റ്റ് അടിക്കണം. അതാണ് ഈഗോ. വേഗം ഞാൻ ശ്രീബ്രോ ഈ റൂമിൽ കയറിയപ്പോൾ ശ്രീബ്രോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വേറെ മൈറ്റി 40 ഉള്ള ആളില്ലേ, അവനും. ഞാൻ ശ്രീബ്രോയുടെ M5 എൻ്റെ M5 വെച്ചിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് സ്റ്റോറിയൊക്കെ ഇടാലോ എന്ന് വിചാരിച്ചാൽ അതിനെ ഒത്തിരി സമ്മതിച്ചില്ല. പിന്നെ വീണ്ടും കാട്ടി കയറി. ഞാൻ സംസാരം തുടങ്ങിയ കാട്ടി കയറും. ദാണ്ടും ഇടയ്ക്കേറ്റി കൊടുക്കുന്നു. എടാ പോടാ, ഇവൻ എന്നാത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് കയറ്റിക്കൊണ്ടുവരുന്നു. വണ്ടി ഒന്നും കഴിവുണ്ടല്ലോ കൊണ്ടുവന്നിരുന്നേ. ടെമ്പിളാണല്ലോ. നമുക്ക് 1 മിനിറ്റ് ഒക്കെ നമുക്ക് ടെമ്പിളിലോട്ട് പോകാനായിട്ട് LC കൊണ്ടുവരാം. ടെമ്പിളിലാണല്ലോ. എന്നാൽ പിന്നെ ഞാൻ അല്ലെങ്കിൽ LC എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞാണ് വിചാരിച്ചാണ്. ടെമ്പിളിലോട്ട് പോകാണ്ട് തന്നെ എന്തായാലും LC എടുത്തുകൊണ്ട് വരാം. വേഗം ബാക്കടിക്കുന്നത്. ബാക്കടി വേഗം. ഓക്കെ. നിങ്ങൾ ക്യാഷും പോലും നോക്കണ്ട, അതൊരു വണ്ടി ഇറക്കാനായിട്ടുള്ളൊരു പരിപാടിയാണ്. അതിനായിട്ട് ക്യാഷ് കൊടുത്താ LC എടുത്തിട്ടുണ്ട്. LC എന്നാ സെറ്റപ്പ് ഇല്ലേ. ഞാൻ ഇപ്പോൾ ഓഫ് റോഡ് പോവാത്തതുകൊണ്ടാണ് LC കൊടുക്കുന്നതിൽ ചെറിയൊരു വിഷമമുണ്ട്. പക്ഷേ ഞാൻ ഓഫ് റോഡ് പോകുന്നില്ലല്ലോ, നമ്മൾ പോവാത്ത മാസ്റ്റർ MF നോക്കി ഒന്ന് സ്റ്റിക്കർ അടിച്ചേക്കാം. ലെജൻഡ് നിൽക്കല്ലേ. എനിക്ക് തോന്നുന്നു TMZ ആദിൽ വൈറ്റി അങ്ങനെയല്ലേ, മിക്കവാറും യൂട്യൂബർ ആയിരിക്കണം. വേഗം വാ ട്യൂബ്, വേഗം ചെറുതാവും. സ്റ്റിക്കർ അടിച്ച് മാസ്റ്റർ ചെറുതാവട്ടെ.
ചെറുതാവ്. ഇങ്ങനെ കൊളായി. ഓക്കെ, സെറ്റല്ലേ? യൂട്യൂബ് കുറച്ചുകൂടി ക്ലോസ് ആക്കി കൊടുക്കണം. ഓക്കെ, സെറ്റ്. ഇപ്പം സെറ്റായി. കടിക്കാവേ. ഞാനീ ബോഡി കിറ്റ് കാര്യങ്ങളൊന്നും കോയിൻ വെച്ച് കൊടുത്തല്ല, പണ്ടായിരുന്ന കോയിൻ കൊടുക്കണം. ഈ അപ്ഡേറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുമ്പത്തെ അപ്ഡേറ്റിലും കുറേ ഫോഗ് ലാമ്പും ഒക്കെ 2 കോയിൻ ഉണ്ടായിരുന്നു. അത് ഫ്രീ ആയിട്ട് കൊടുത്തു. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, മിക്കവാറും കൊടുക്കുമായിരിക്കും. പിന്നെ കുറേ ബോഡി കിറ്റ്സും കാര്യങ്ങളൊക്കെ കോയിന്ന് നേരെ മാറി ക്യാഷായി ഡോളറിന്. പിന്നെ ചിലതൊക്കെ ഫ്രീ കൊടുക്കുന്നുണ്ട്. LCയുടെ കുറേ ഇത് കൊടുക്കുന്ന ഈ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നില്ലേ, ഇത് ഫുള്ളും ഫ്രീ ആയിട്ട് കൊടുത്താൽ. പണ്ടൊക്കെ ഇരുന്ന് കോയിൻ പൊട്ടിക്കണം മോനെ. ആ ഫ്രണ്ടത്തെ ബമ്പർ കയറ്റാൻ വേണ്ടിയിട്ട് തന്നെ എൻ്റെ ഒരു പണ്ട് വേറെ LC ആയിരുന്നു. അത് കയറ്റാൻ എത്ര കാലം കൊണ്ട് അറിയാം, 60 കോയിനൊക്കെ ഉണ്ടാക്കിയേ. ഞാൻ ഡെയിലി മിഷൻസോ കാര്യങ്ങളോ ഒന്നും കളിക്കത്തില്ല. വേഗം അങ്ങോട്ട് പോവാം. ബ്രോ അവരെവിടെ? എനിക്ക് 2 പേര് 18 പേരല്ലേ? അല്ല 8 പേര്, സോറി 8 പേര്. എവിടെയാണ് 2 പേര്? ഒരു ഫ്ലൈ സ്ക്യൂരിലാന്ന് തോന്നുന്നു. ഫ്ലൈ സ്ക്യൂരിലായിരിക്കണം. ഫ്ലൈ സ്ക്യൂരിൽ പിന്നെ ഒരു വെള്ള വണ്ടി. മറ്റവരെവിടെ അതാ അവിടെ പോയിട്ട് ടെമ്പിൾ ഞാൻ മറന്നുപോയി. ഞാൻ നേരത്തെ ടെമ്പിളിൽ പോണ കാര്യം മറന്നുപോയി കേട്ടാര. അങ്ങനെയായിട്ട് വേഗം പറപ്പിച്ചണ്ട് വിടാം. ടെമ്പിളിൽ ഞാനിപ്പോൾ ആ വഴിയല്ലേ പോകുന്നത്. പിന്നെ വണ്ടി ഇന്നലെ ക്ലീൻ ആക്കി വെച്ചതേ ഉള്ളൂ, വീണ്ടും ചെളിയാക്കണ്ടേ. ആഗ്രഹമൊക്കെ എഴുതാനുള്ള ഡോളറും ഇല്ല. എന്നിട്ട് നമുക്ക് നേരായ വഴി പോവാം. അല്ല ഞാൻ ഉണ്ടല്ലോ കാട്ടിക്കൂടെയൊക്കെ പെട്ടെന്ന് പോകാൻ. ബ്രേക്ക് പിടി എൻ്റെ മോനെ. അമ്മ ഡ്രിഫ്റ്റർ ഏറി ഗില്ലാടി തന്നെ. വരട്ടെ ആ ഒരു പോവാൻ ഞാൻ പോവാൻ നിൽക്കുമ്പോഴാണോടാ നീയൊക്കെ പോണത്? ഇത് കാട്ടുമുക്കിലാണ് ഉമ്മാരൊക്കെ. ഓക്കെ, ഇല്ല വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. ബാക്കിയുള്ളവർ കാണുന്നില്ലല്ലോ. ചവിട്ടെ ലാഗ് കാരണം പണ്ടാരം ഒരുമാതിരി ലാഗോട്ട്. എന്ത് ലാഗ് അറിയത്? ശരിയോ, ഇത് എൻ്റെ അമ്മയുടെ ഫോണിലാണ് ഞാൻ ഈ ഗെയിമിങ് വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്. അമ്മയുടെ ഫോണ് 5G റാമുള്ള ഫോണും സിമ്മ് 4GB റാമും. 5GB ആയിരുന്നു എൻ്റെ അത്യാവശ്യം റണ്ണാവും. ഇപ്പം ഇപ്പോഴത്തെ ഇതിൻ്റെ മുമ്പത്തെ അപ്ഡേറ്റിൽ വരെ 4GB നന്നായിട്ട് റണ്ണാവുമായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് റണ്ണാവും. ഇത്രയും ലാഗില്ല, കുറച്ച് ലാഗുണ്ട്. പക്ഷേ അതിനേക്കാളും ലാഗ് കിട്ടിട്ടിപ്പോൾ 5GBക്കൊന്നും ഒരു കുഴപ്പമില്ല. ആണ് ഈ ടെമ്പിൾ കാണാൻ നല്ല രസം. ഇത് കാണുമ്പോൾ എനിക്ക് ബാഹുബലി സിനിമയെ ഓർമ്മ വരുന്നത്. ഫുള്ള് തീ. ഇതിനും കൂടി നീ തീയിട് നീ. ഇതാരും കൊടുത്തിട്ട് ശ്രീ ബ്രോ പറഞ്ഞു പഠിക്കണം. ആദ്യം പറഞ്ഞു പഠിക്കുക. ഇങ്ങനെ കുളിക്കുക. ഓക്കെ, നിങ്ങൾ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ എത്ര പ്രാപിച്ചാൽ താകുന്നുണ്ട് CD ഡാമേജ്. ഓക്കെ ഗായ്സ്, അപ്പം ഞാനും ശ്രീബ്രോയും തമ്മിലുള്ള ഓട്ട മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ഇതിലാര് ജയിക്കും? ശ്രീബ്രോ ജയിച്ചു. നമുക്കിവിടെ ഒരു പുഷപ്പ് എടുക്കാം. 1 2 3. ഫസ്റ്റ് തൊട്ട് തുടങ്ങും. 1 2 3. ഓക്കെ, 4. നാലാമത്തുണ്ട്. 4. ഓക്കെ, ഇങ്ങനെ മുത്തശ്ശിമാരും നോക്കുന്ന പോലെ കണ്ണിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ക്രിമിനൽ എൻ്റെ മോനെ. ഞങ്ങളൊരു ഗില്ലാടി തന്നെ. എത്ര പുഷപ്പല്ലേ, എക്സ്റ്റെൻഡ് അടിക്കാൻ പറ്റില്ല. ശ്രീബ്രോയും നമ്മുടെ കൂടെ കൂടിയുണ്ട് ഗായ്സ്. എൻ്റെ മോനെ സെറ്റ്. പുഷപ്പ് അടിക്കുന്ന നോക്കിയേ.
നോക്കണം പുൽഷൻ പഠിക്കുന്ന നോക്ക് നിങ്ങളെ. ഞാൻ വിചാരിച്ചു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും സംതിങ് ഇപ്പം ഒരു സബ് കൂടി തോന്നുന്നു. 17 സബും കണ്ടുള്ളപ്പം ആണ് ശ്രീബ്രോ ഞാൻ ഫ്രണ്ടാക്കിയത്. ഞാൻ വിചാരിച്ചു ബ്രോയ്ക്ക് 1K ഒക്കെ അടിച്ചില്ലോ, ബ്രോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് കളയായിരിക്കുന്നു. പക്ഷെ ഇതുവരെയായിട്ട് കളഞ്ഞില്ല കേട്ടോ. ഒരു മാസം 2 മാസമായി തോന്നുന്നു. ഞാൻ പിന്നെ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ടാണ്. ഞാനിപ്പോൾ എത്ര ആയാണ് തുടങ്ങിയിട്ട്, സെപ്റ്റംബറിൽ തുടങ്ങിയ, അപ്പോൾ നവംബർ, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഒരു 100 നമുക്ക് ആവേണ്ട സമയമായില്ലേ. ഡെയിലി വീഡിയോസ് ഇടുമായിരുന്നു. ഡെയിലി ഈ സബ് കയറിയേനെ, ഒരു സബ്ബെങ്കിലും വെച്ച് കയറിയേനെ. കയറാനായി സമയമായി. പക്ഷേ നമ്മളൊരു 50 പോലും കയറിയിട്ടില്ല. അതാണ് അവസ്ഥ. അല്ല, എൻ്റെ ഭാഗത്തും കുഴപ്പമുണ്ട്. കാരണം ഞാൻ നേരെ വീഡിയോ ഇടാത്തതുകൊണ്ടാണ്. ഞാൻ വല്ലപ്പോഴൊക്കെ ഒരു കണ്ടൻറ്റ് കിട്ടുമ്പോഴേ ഞാൻ വീഡിയോ ഇടുന്നത്. എനിക്ക് വലിയ രീതിയിൽ കണ്ടൻറ്റോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. തുടക്കത്തിൽ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ എങ്ങനെയാണെങ്കിലും തുടക്കത്തിൽ ഇങ്ങനെ ആയിരിക്കും. പിന്നെ എൻ്റെ ഷോർട്സ് അത്യാവശ്യം കത്തി കയറുന്നുണ്ട്. ഞാൻ ഇനിയിട്ട് എപ്പോഴും ഷോർട്സ് ഇട്ടാലോ എന്നാണ് ആലോചിക്കുന്നത്. വീഡിയോസിന് 4 or 5 വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെയുള്ളൂ. എനിക്ക് വലിയ രീതിയിലില്ല, 2 ഉണ്ടല്ലോ. പക്ഷേ അത്രയും ഉണ്ട്. കാരണം 4 പേര് കണ്ടിട്ട് 2 പേരൊക്കെ ലൈക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം എന്തുണ്ട്. കാരണം എൻ്റെ 2K എത്ര കണ്ട ഒരു വീഡിയോ ഉണ്ട്, മറ്റേ ഔറ ഫാമിങ്ങിൻ്റെ. അത് ഞാനൊരു കൂട്ടുകാരനും കൂടി എടുത്താൽ. അപ്പോൾ അവനൊരു ചാനലുണ്ട്, അവനും അതിനകത്ത് അപ്ലോഡ് ചെയ്ത്. അപ്പം അതിനകത്ത് അവന് 2K കയറിയുണ്ടല്ലോ. അപ്പം 16 സബ് ചെയ്യുള്ളൂ. അവന് ഫ്ലൈങ് സ്ക്യൂറി കേട്ടാ. ഞാൻ കഥ പറഞ്ഞ് മൈറ്റി 40 കണ്ണ് എടുത്താൽ അതേ ഉള്ളല്ലോ. ഓക്കേ, നിക്കടാ ഞാൻ ലാഗടിക്കുന്ന ഗൈസ്. നമുക്ക് വേഗം ഓക്കെ. എന്താണ് മറ്റേ ടീം സെറ്റ് ബ്രോയ്ക്ക് ഇങ്ങോട്ട് ഒരു എക്സ്ചേഞ്ച് ഇട്ടാലോ. ബ്രോ പോയാടെ പോയാ വെറുതെ അല്ല. ബ്രോ വീണ്ടും പോയി. എടാ നമ്പർ പ്ലേറ്റ് ഒക്കെ ആയിട്ട് അതെ ആദ്യം ജോയിൻ ചെയ്തു. ഒന്നുകൂടി ഒന്നിടാവേ. എൽസിയാടെ യു സോൾഡ് യുവർ കാറോ? എടാ ഞാൻ ബ്രോയ്ക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എടാ അപ്പം എൻ്റെ എൽസി ആയിട്ടാണോ ബ്രോ വന്നേ? എടാ അപ്പം നിനക്ക് ബ്രോ സ്റ്റിക്കർ മാറ്റിയതാണ് കേട്ടോ. സ്റ്റിക്കർ അടിച്ച് മാറ്റിയിട്ട് അല്ല, സ്റ്റിക്കർ മാറ്റിയിട്ട് വന്നു. എൻ്റെ മോനെ പ്രീമിയം കാറാണ് ഇത്. എൻ്റെ മോനെ ഇത് ഇത്ര പെട്ടെന്ന് കിട്ടും ഞാൻ വിചാരിച്ചില്ല. ഏട്ടാ 500 കോയിന് ഏകദേശം കൊടുക്കണം ഈ വണ്ടിക്ക്. നോക്കിയേ, സാധനം കിട്ടി. എനിക്ക് ഇത്രയേ ഉള്ളൂ. ജീൻ സാധനം പൊളി. എൻ്റെ മോനെ പച്ച കളറിൽ ബോഡി കിറ്റ് കുറച്ചുകൂടി അടിക്കണം. വേറെ ഒരു ബോഡി കിറ്റ് അടിക്കാം. അത് നമുക്ക് അലോയ് മാറ്റാം. അലോയ് കളർ മാറ്റാം. കളർ മാറ്റണമെന്നില്ല, അലോയ് മാറ്റാവേ. അലോയ് ഇപ്പം അലോയിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറയാൻ മറന്നു. അലോയും കുറേ എന്താണ് 1000 കോയിൻസ് 1000 ക്യാഷിൻ്റെ ഒക്കെ കുറേയൊക്കെ $0 കിട്ടും. ഇതാ അപ്പം ഒരെണ്ണം കണ്ടില്ലേ, ഞാൻ ഇപ്പോൾ ഫിറ്റ് ചെയ്തേ. ഇനി ബാക്കിൽ സ്റ്റിക്കർ മാറ്റട്ടെ. യൂട്യൂബ് ഉള്ളത് തന്നെ മാറ്റേണ്ട ശരിയല്ല. എടാ അപ്പം ആദ്യമായിട്ട് ശരിക്കും യൂട്യൂബറാണല്ലേ. വെറുതെ സാധ്യത പറഞ്ഞ ആദ്യം വൈറ്റി 1K. ഓക്കെ, അതിൽ വൈറ്റി 1K. ബ്രോ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ബ്രോ. നമ്മുടെ ടീം സെറ്റിൽ തന്നെയുള്ള പുള്ളിയാ. ഞാൻ ആദ്യം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോനെ അത് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാണോ അറിയില്ല, നെയിമൊന്നും ഓർമ്മയില്ല. ഒരു CPM പ്രോനെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ല. എന്നിട്ട് ഗൈസ് നമുക്ക് വീണ്ടും കയറാം റൂമിലോട്ട്. എന്ത് കറങ്ങുക. വേഗം നീ എവിടെ പോയോ? ഓക്കെ, അപ്പോൾ ഗൈസ് 2 മിനിറ്റ് കൊണ്ട് പോയല്ലേ. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്.
അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ അടുത്തൊരു ദിവസം കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ഗൈസ്.